പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 16 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനെ യാത്ര കർത്താവ് ആകുലപ്പെടുന്ന മക്കൾ, വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ, സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം, അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുമെന്നുള്ള ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ആരുമായി സംസാരിക്കുന്നുവോ, ഇന്നത്തെ എഴുത്തുകുത്തുകളും ഫോൺ വിളികളും, അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിന് നാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ വേഗനപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വല്ല പാളിച്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു. ഭർത്താവും ഭാര്യയുമായിട്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് 17 ദിവസം കർത്താവിൻ്റെ നാമത്തെ കൽപ്പിച്ചു നൽകുന്നു. യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ നല്ല ദിവസത്തിൽ കർത്താവ് നിൻ്റെ മുഴുവനായി നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. നീ ദൈവത്തെ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം. തിരിച്ചു പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എന്താണ് പറഞ്ഞതിനെ തന്നെ പിന്നും പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ജോഷുവയുടെ പുസ്തകം എടുത്ത് ജോഷുവ 3:7. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു. ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു. ഉന്നതനാക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയാവോ? കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ മുമ്പിൽ കൂടെ നിർത്തി, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൂടെ നിർത്തി. എന്നിട്ട് പറയും, ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഒരു മെത്തേഡ് ഭയങ്കര പെഡഗോജി, തിട്ടുജീവിത ഭയങ്കരമാണ്. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളപ്പൊക്കമായിരുന്നു. കൊയ്ത്തുകാലം മുഴുവനേ കരയേതാണ് കരയേതാണ് നദിയെന്നറിയാൻ പാടാതെ കരകവിഞ്ഞൊഴുകുകയാണ്. വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ ജോഷുവയെ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ കൂടെ നിർത്തിയിട്ടാണ് എന്ത് പറയണതാണ്? ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകണമെന്നാണ്. ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്ത മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു. ഇതൊരു മെത്തേഡാണ്. ചില അയ്യോഭാവികൾ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറച്ച് കുർബാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയ കാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുക. അവൻ മോശസ് മരിക്കാൻ നേരത്തെ ജോഷുവോട് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? നീ പിന്തിരിഞ്ഞ് ഓടരുത്, പകരം എന്ത് ചെയ്യണം? ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത്. എന്ത് ചെയ്യണം? ശക്തനും ധീരനുമായിരിക്കുക. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം. മനസ്സിലായ? നിങ്ങൾ നോക്കരുത് കൂടെ ഉണ്ടാകേണ്ട ചേർത്ത് പിരിക്കേണ്ട ചോദ്യമുണ്ടാക്കിയെന്നൊക്കെ പറയല്ലേ. ഒരു ചോക്കലുമില്ല. കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിയിക്കണത് ഇതുപോലെയുള്ള രോഗങ്ങൾ, കടങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, നിക്കക്കളില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതമാക്കാൻ പോകുന്നത്. ഇസ്രായേൽ ജനത്തെ മനസ്സിലാക്കാൻ വേണ്ടി.
അപ്പോൾ ഈ മെത്തേഡിനെ കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാകണം ശരിക്കും. ദൈവമായിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കണവരല്ല. അതിൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്. ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിരിക്കുന്ന അത് വഴി അതാണ്. സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചുകൂടായിട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കണം, ഒന്നാമത്തെ കാര്യം ദൈവം നമ്മോട് കൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ, 2 നമ്മൾ ഉന്നതനാക്കാൻ. ഓക്കെ അല്ലേ? താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.